ലേബി സജീന്ദ്രൻ നമുക്കൊപ്പമുണ്ട്. ലേബി സജീന്ദ്രൻ, VN വാസവൻ നേരിടുന്നത് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന നാട്ടകം സുരേഷിനെയാണെന്നുള്ളതാണ് ഏറ്റുമാനൂരിന്റെ പ്രത്യേകത. അത് തന്നെയാണ് മത്സരം കടുപ്പമേറിയതാക്കുന്നതും. പക്ഷേ NSS ക്രിസ്ത്യൻ വോട്ടുകളിൽ VN വാസവന് വളരെ വലിയ ആത്മവിശ്വാസമില്ലേ? അത് മാത്രമല്ല ഡോക്ടർ അരുൺ, ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറയുമ്പോൾ ഒരു UDF സ്വഭാവമുള്ള മണ്ഡലമായിരുന്നു. 2011 ഡീലിമിറ്റേഷൻ മുതലാണ് അവിടെ LDF സ്വഭാവം കൂടി വന്നത്. പക്ഷേ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്ന് രാഷ്ട്രീയപരമായി പറയാം. പക്ഷേ ഡോക്ടർ അരുൺ കാണാത്തൊരു പോയിന്റ് ഉണ്ട്. നാട്ടകം സുരേഷ് കൈപ്പത്തി ചിഹ്നത്തിൽ നിൽക്കുന്നു എന്നതല്ല അവിടെ രാഷ്ട്രീയപരമായ പ്രാധാന്യം. ഒരു ഈഴവ കാൻഡിഡേറ്റ്, ഈഴവ വോട്ടിൽ അവിടെ സ്പ്ലിറ്റ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് അവിടുത്തെ രാഷ്ട്രീയപരമായ പ്രാധാന്യം. ജോസഫ് വാഴക്കിനെ മാറ്റി തിരിച്ച് ഒരു ഈഴവ കാൻഡിഡേറ്റ് നാട്ടകം സുരേഷിലേക്ക് വരുമ്പോൾ അവിടെ RC വോട്ടുകൾ കിട്ടില്ല എന്നും പറയരുത്. പടിഞ്ഞാറൻ മേഖല, ഏറ്റുമാനൂരിന്റെ പടിഞ്ഞാറൻ മേഖലയിൽ കിട്ടേണ്ടതായ ക്രിസ്ത്യൻ വോട്ടുകൾ തീർച്ചയായും കോൺഗ്രസിന് കിട്ടുമെന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് കരുതുന്നത്. അപ്പോൾ അതിനൊപ്പം, അതായത് പരമ്പരാഗതമായി കിട്ടുന്ന ക്രൈസ്തവ വോട്ടുകൾക്കും നായർ വോട്ടുകൾക്കും പുറമെ ഈഴവ വോട്ടിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ എന്നുള്ളതാണ് UDFന്റെ അവിടുത്തെ ആത്മവിശ്വാസം. അങ്ങനെ വരികയാണെങ്കിൽ SNDPയുമായി ഏറ്റവും അടുപ്പമുള്ള, NSSുമായി ഏറ്റവും അടുപ്പമുള്ള VN വാസവന്റെ കാര്യത്തിൽ വോട്ടിൽ ഒരു സ്പ്ലിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ കഴിഞ്ഞ തവണ നോക്കുക, 2021 VN വാസവൻ വിജയിക്കുമ്പോൾ അവിടെ പല രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, ലതിക സുഭാഷ് അവിടെ പിടിച്ചത് 7,500 വോട്ടുകളാണ്. ആ വോട്ടുകളുടെ ചോർച്ച അവിടെ സംഭവിച്ചു, കോൺഗ്രസ് വോട്ടുകളുടെ ചോർച്ച. അതുമാത്രമല്ല, ഈ പറയുന്നത് പോലെ തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകൾ ഈഴവ മെജോറിറ്റി പഞ്ചായത്തുകളാണ്. ആ പഞ്ചായത്തുകൾ രണ്ടും ഇതിലേക്കാണ് വന്നിരിക്കുന്നത് ഡീലിമിറ്റേഷൻ കഴിഞ്ഞപ്പോൾ. അവിടെ അതിന്റെ ഗുണവും കിട്ടിയിരുന്നത് LDF സ്ഥാനാർത്ഥികൾക്കാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ തവണ മത്സരിച്ചത് പ്രിൻസ് ലൂക്കോസ് ആണ്. ഒരു കേരള കോൺഗ്രസിന്റെ ക്രൈസ്തവ സ്ഥാനാർത്ഥിക്ക് ആ വോട്ടുകൾ ഒരിക്കലും കിട്ടില്ല. ആ വോട്ടുകളിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ നാട്ടകം സുരേഷിന് കഴിയും. അത് മാത്രമല്ല, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ, അതായത് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ശബരിമലയുടെ വിഷയം അവിടെ ചർച്ച ചെയ്തിട്ടില്ലെങ്കിലും അത് വോട്ടായി പ്രതിഫലിക്കില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം ഈ പറയുന്നത് പോലെ ഹൈന്ദവ മേഖലകളൊക്കെ ധാരാളമായി അതിൽ ഉൾപ്പെടുന്നുണ്ട്. അത് ചർച്ചയായാലും ഇല്ലെങ്കിലും അത് വോട്ടായി മാറുമോ എന്നുള്ള കാര്യം അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്നത് പോലെ VN വാസവൻ മന്ത്രി എന്നുള്ള നിലയിൽ മണ്ഡലത്തിൽ സജീവമായിരുന്നെങ്കിൽ പോലും നാട്ടകം സുരേഷ്, ഈ പറയുന്ന നാട്ടകം ലെഫ്റ്റ് പഞ്ചായത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. ഇപ്പോൾ ഈ സമീപ സമയത്ത് അവിടുത്തെ DC പ്രസിഡന്റാണ്. അതുകൊണ്ട് രണ്ടു പേർക്കും മണ്ഡലവുമായി വലിയ ബന്ധമുണ്ട്. വലിയ രാഷ്ട്രീയ പോരാട്ടമാണ്. ഞാൻ ആൻഡോഗസ്റ്റിൻ പറയുന്ന പോലെയോ ഡോക്ടർ അരുൺ പറയുന്നത് പോലെയോ അല്ല ഏറ്റുമാനൂരിനെ കാണുന്നത്. ഏറ്റുമാനൂരിൽ വളരെ കൃത്യമായ പൊളിറ്റിക്കൽ ഫൈറ്റാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ UDF അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഈ പറയുന്നതിനൊക്കെ വിരുദ്ധമായി ജനപ്രീതി അല്ലെങ്കിൽ VN വാസവന്റെ ഒരു വ്യക്തിബന്ധമൊക്കെ വോട്ടായി മാറിയിട്ടുണ്ടെങ്കിൽ VN വാസവനോടെ കടന്നുകൂടാം. അതല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യം എല്ലാം അവിടെ പ്രതിഫലിക്കും. ശരിയാണ് ലേബി പറഞ്ഞതുപോലെ ഈഴവ വോട്ടിലുണ്ടാവുന്ന സ്പ്ലിറ്റ് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നാട്ടകം സുരേഷിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തീരുമാനം, സ്ഥാനാർത്ഥിയാക്കാനുള്ള തീരുമാനം. അവസാനം അല്ലല്ല, ഞാൻ പറയുന്നത് 1 ലക്ഷം പോസ്റ്റർ അടിച്ച പിന്നെ ആളാണ്. അതൊരു ഘടകമാകാൻ സാധ്യതയില്ല. അല്ല, ഞാൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ലേബി പറഞ്ഞ പോലെ ശരിയാണ്. ഈഴവ വോട്ട് പിടിക്കാൻ പറ്റിയ ഒരു നേതാവ് തന്നെയാണ്. പക്ഷെ അവിടുത്തെ ഈഴവരുമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് വാസവൻ. വലിയ രീതിയിൽ ബന്ധമുള്ള ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല.